മാതാപിതാക്കളുടെ പദ്ധതിക്കനുസരിച്ചല്ല നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മാതാപിതാക്കളുടെ മനസ്സിൽ നാം എത്തുന്നതിന് എത്രയോ മുമ്പേ സർവശക്തനായ ദൈവം നമ്മെ അറിഞ്ഞിരുന്നു. അതെ, അവനാണ് നമ്മെക്കുറിച്ച് ആദ്യം ചിന്തിച്ചത്. നാം ഇപ്പോഴും ജീവിച്ചിരിക്കാൻ കാരണം വിധിയല്ല, ഭാഗ്യമല്ല, നിമിത്തമല്ല, സാധ്യതകളുമല്ല. നാം ജീവിച്ചിരിക്കണമെന്ന് സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നു. അത്ര തന്നെ. നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും ചെറിയ സവിശേഷതകൾ പോലും അവൻ നിർദ്ദേശിച്ചതാണ്. നമ്മുടെ നിറം, പൊക്കം, കഴിവുകൾ, വ്യക്തിത്വം എല്ലാം താൻ ആഗ്രഹിച്ച രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നാം എന്ന്, എവിടെ ജനിക്കണം, എത്ര നാൾ ജീവിക്കണം, ഇവയെല്ലാം താനാണ് നിശ്ചയിച്ചത്. അതെ, ഒന്നും യാദൃശ്ചികമായിരുന്നില്ല, എല്ലാം തന്റെ പദ്ധതി പ്രകാരമായിരുന്നു. നമ്മുടെ മാതാപിതാക്കളെ താൻ തെരഞ്ഞെടുത്തു. നമ്മുടെ ജനിതക ഘടന അവരിൽ നിന്ന് താൻ സൃഷ്ടിച്ചെടുത്തു. നമ്മെ ഓരോരുത്തരെയും ഇങ്ങനെ പ്രത്യേകമായി സൃഷ്ടിച്ചെടുക്കുവാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകം എന്തെന്നോ? നമ്മോടുള്ള സ്നേഹം. ഈ ദൈവം താങ്കളെയും എന്നെയും കുറിച്ച് ഈ ലോകമുണ്ടാകുന്നതിന് മുമ്പേ ചിന്തിച്ചിരുന്നു. ഈ ഭൂമി താൻ സൃഷ്ടിച്ചു. നമുക്ക് ജീവിക്കാൻ ആവശ്യമായതെല്ലാം ഇവിടെ സജ്ജീകരിച്ചു. എല്ലാം നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്തു. അതെ, അവന്റെ സ്നേഹത്തിന്റെ കേന്ദ്രമാണ് നമ്മൾ. തീർന്നില്ല. നാം പാപികളായി തീർന്നപ്പോൾ നമ്മെ നരകശിക്ഷയിൽ നിന്ന് രക്ഷിപ്പാൻ തന്റെ ഏകജാതനായ പുത്രൻ യേശുവിനെ നമുക്ക് വേണ്ടി നൽകി. തന്റെ പുത്രനിലൂടെ നാം ഓരോരുത്തരും ജീവിക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും നമ്മെ ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവിക പദ്ധതി പൂർത്തിയാക്കാൻ താങ്കളെയും ദൈവം സഹായിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.